ശ്രീ സതീഷ്, ഇത്രയും വലിയ ക്രമക്കേടുകൾ PSCയിൽ നടന്നിട്ടും ആദ്യം PSC ചെയർമാൻ ബൈജു ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് പരീക്ഷാ കൺട്രോളറെയാണ്. താങ്കൾ നേരത്തെ പരീക്ഷാ കൺട്രോളർ പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു പരീക്ഷാ കൺട്രോളർ പദവിയിലിരുന്നു കൊണ്ട് ഇത്തരം ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പറ്റുമോ? അവിടെ തന്നെ ഈ ക്രമക്കേടുകൾ മൂടിവെക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ചെയർമാൻ ഉണ്ട് എന്നല്ലേ സംശയിക്കേണ്ടത്? തീർച്ചയായും ഈ ആഭ്യന്തരമായ ഒരു അന്വേഷണം നടത്തുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു പ്രയോജനവുമില്ല. അവിടെയുള്ള പരീക്ഷാ കൺട്രോളറായാലും മറ്റൊരു ഉദ്യോഗസ്ഥനായാലും പോലീസിൽ നിന്ന് നിയമിക്കപ്പെടുന്ന അവിടുത്തെ ഇൻറ്റേർണൽ വിജിലൻസ് ഓഫീസറായാലും അന്വേഷിച്ചു കഴിഞ്ഞാൽ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. PSC ഏകദേശം 7 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ളൊരു പ്രസ്ഥാനമായിരുന്നു. എന്തുകൊണ്ട് അത്രയും കൂടുതൽ വിശ്വാസ്യത വന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണം അവിടുത്തെ പ്രവർത്തന രീതിയായിരുന്നു. ഇവിടെ സംസാരിച്ചവരെല്ലാവരും ഏകദേശം അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം വികേന്ദ്രീകൃതമായ രീതിയിൽ അവിടുത്തെ അധികാരങ്ങൾ ഓരോന്നും വികേന്ദ്രിതമായിട്ടാണ് കൊടുക്കേണ്ടത്. വികേന്ദ്രിതമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു കാര്യവും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റില്ല. പരീക്ഷ നടത്തിക്കുന്ന ഒരു രീതിയിൽ, പരീക്ഷയുടെ ചോദ്യപേപ്പർ സെറ്റ് ചെയ്യുന്ന മറ്റൊരു സംവിധാനത്തിൽ, പരീക്ഷയ്ക്കകത്തുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന മറ്റൊരു രീതിയിൽ, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ നിയമന ശുപാർശ ചെയ്യുന്നത് വേറൊരു വിഭാഗത്തിൽ, ഒപ്പം നോട്ടിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റൊരു വിഭാഗത്തിൽ, അങ്ങനെ വികേന്ദ്രിതമായിട്ട്. അന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അത് കമ്പ്യൂട്ടർ വൽകൃതമല്ലാതെ തന്നെ മനുഷ്യ വിഭവശേഷി കൊണ്ടാണ് ഇത് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മനുഷ്യ വിഭവശേഷി കൊണ്ട് ചെയ്യുമ്പോൾ പോലും കാലങ്ങളായിട്ട് ആർജിച്ചെടുത്ത ഒരു വലിയ സമ്പ്രദായം അവിടെ നിലകൊണ്ടായിരുന്നു. ആ സമ്പ്രദായത്തിൻ്റെ ഫലമായിട്ട് അഴിമതി നടത്താൻ പറ്റില്ലായിരുന്നു. അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അങ്ങനെയാണ് PSCക്ക് ഒരു സൽപ്പേരുണ്ടായത്. ആ സൽപ്പേരാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികാരങ്ങളെല്ലാം കേന്ദ്രീകൃതമായിട്ട് ഒരു വ്യക്തിയിലെത്തും. നേരത്തെ ഇവിടെ ഒരു കാര്യം ചോദിച്ചു, 21 കമ്മീഷൻ അംഗങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സ്ഥിതിയിൽ ഞാൻ ആദ്യം തന്നെ പറയാം, ആവശ്യമേ ഇല്ല. കാരണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരാളാണ്. പിന്നെന്തിനാണ് 21 പേര്? എല്ലാ കാര്യങ്ങളും ഒരാൾ തന്നെ തീരുമാനിക്കുന്നു, ചെയർമാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രസക്തി അവിടെ ഇല്ല. മാത്രമല്ല, ഈ കമ്മീഷൻ അംഗങ്ങൾ ഭരണഘടന അനുസരിച്ച് എല്ലാവരും തുല്യരാണ്. തുല്യരിൽ മുന്നിൽ നിൽക്കുന്ന ആൾ മാത്രമാണ് ചെയർമാൻ. അപ്പോൾ എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അവിടെ വരേണ്ടത്. അത് വരുന്നില്ല. മറ്റൊരു കാര്യമുണ്ട്, PSCയുടെ ചരിത്രത്തിൽ, ഈ 70 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇന്ന് വരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ബാഹ്യമായിട്ട് ഉദ്യോഗാർത്ഥികളുടെ ചോദ്യപേപ്പർ തട്ടിപ്പ് മറ്റു കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. PSC എന്ന സ്ഥാപനത്തിൽ വരുന്ന ഒരു അഴിമതിയായിട്ട് ആദ്യം വരുന്ന ഒരു ആരോപണം ഇത് തന്നെയാണ്. ഈ ആരോപണത്തിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇത് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും ഏത് തരത്തിലൊക്കെ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് ജോലി നൽകാം എന്നുള്ളതിൻ്റെ ഒരു വലിയ പരീക്ഷണമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരുന്നത്. ആ 10 വർഷക്കാലമായി നടത്തിയ പരീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് എഴുത്ത് പരീക്ഷയിൽ എങ്ങനെ മാർക്ക് ഒഴിവാക്കാം, ഇൻ്റർവ്യൂവിൽ എങ്ങനെ മാർക്ക് കൂട്ടി നൽകാം, ഇൻ്റർവ്യൂവിൽ എന്ത് തരത്തിലായിരിക്കണം നടപടികൾ എടുക്കേണ്ടത്, യോഗ്യതകൾ ഏതൊക്കെ തരത്തിലുള്ള യോഗ്യതകൾ നമുക്ക് ഒഴിവാക്കിയാൽ നമ്മുടെ ആൾക്കാർക്ക് കയറാൻ പറ്റും, ഇങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള കാര്യങ്ങളുമാണ് അവിടെ ചെയ്തത്. വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ 4 വേക്കൻസി വന്നാൽ 2ാം റാങ്കുകാരൻ ജോലി കിട്ടേണ്ടതാണ്. പക്ഷേ 4 വേക്കൻസി വന്നാൽ 2 വേക്കൻസി മാറ്റി വെക്കുകയാണ് ഇനി വരുന്ന നമുക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ അവർ കൊടുക്കാതിരിക്കുക. എന്താ യോഗ്യതകൾ എടുക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. നമുക്ക് അഭിഭാഷകരായിട്ട് എൻറോൾ ചെയ്യുന്ന ജീവനക്കാർ, ഇവിടെ നേരത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അഭിഭാഷകരായിട്ട് എൻറോൾ ചെയ്യുന്നവർക്ക് കോർട്ട് പ്രാക്ടീസ് എന്ന് പറയുന്നത് എൻറോൾ ചെയ്യുന്ന കാലം മുതൽ, അത് ബാർ കൗൺസിലാണ് എൻറോൾ ചെയ്യുന്നത്. ബാർ കൗൺസിൽ എൻറോൾ ചെയ്ത് വരുന്ന ഒരു അഭിഭാഷകൻ അന്ന് മുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ആ ഡിസ്ട്രിക്ട് ജഡ്ജ് നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എൻറോൾ ചെയ്ത് LLB കഴിഞ്ഞ് എൻറോൾ ചെയ്ത് അന്ന് മുതൽ അഭിഭാഷകൻ അവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ട് മാറുകയാണ്. പകരം PSC ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ ഒരു സെലക്ഷൻ നടത്തി. ആ സെലക്ഷനകത്ത് പറഞ്ഞത് LLB കഴിഞ്ഞ ശേഷമുള്ള എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, മറിച്ച് LLM കഴിഞ്ഞുള്ള യോഗ്യതയുള്ള ശേഷമുള്ള എക്സ്പീരിയൻസ് മാത്രമേ എടുക്കുകയുള്ളൂ. കോടതിയിൽ ചോദ്യം ചെയ്തു. കോടതിയിൽ നിന്ന് ഉത്തരവ് വന്ന ഒരു കാരണവശാലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ LLB ആണ്. LLB കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് എടുക്കണം. വിചിത്രമായൊരു വാദം എന്ന് പറയുന്നത്
LLBക്ക് മുമ്പ് LLB എടുത്ത് LLMന് പോകുന്നതിന് മുമ്പ് 1 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് എടുക്കാം. പക്ഷേ LLBയുടെ 2 വർഷക്കാലം LLMൻ്റെ 2 വർഷക്കാലം എടുക്കാൻ പറ്റില്ല. അതിനുശേഷം വരുന്ന വീണ്ടും ഒരു 2 വർഷം കൊണ്ടേ അതെടുക്കാം. അപ്പോൾ LLMൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് നിയമനങ്ങളും ജഡ്ജി നിയമനങ്ങൾക്ക് പോലും ആവശ്യമായ കോർട്ട് പ്രാക്ടീസായിട്ട് കണക്കാക്കുന്ന ആ യോഗ്യത എടുക്കാൻ പറ്റില്ല എന്ന് PSC എങ്ങനെ തീരുമാനിക്കുന്നു? അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് പേരെ ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് ഈ റാങ്ക് ലിസ്റ്റിനകത്ത് വരുന്ന ആൾക്കാർ ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യത നിശ്ചയിക്കുന്നത്. യോഗ്യത നേരത്തെ ഇവിടെ പറഞ്ഞു എക്സ്പീരിയൻസിൻ്റെ കാര്യം. അതുമാത്രമല്ല, വിദ്യാഭ്യാസ യോഗ്യത പോലും നിശ്ചയിക്കുമ്പോൾ വേണ്ടപ്പെട്ടവർക്കുള്ള യോഗ്യത മാത്രം വെച്ചുകൊണ്ട് ചില ഉയർന്ന തസ്തികകൾ, ഇതെല്ലാം കാണുന്നത് ഉയർന്ന തസ്തികകളിലാണ്. ഇനി എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം വരുന്നത്? ഒന്നുകിൽ അവരൊക്കെ മറ്റു ഉദ്യോഗാർത്ഥികളെക്കാൾ വളരെ മിടുക്കരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ഒരു വിഭാഗം തന്നെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് പ്രകടമായ രീതിയിലുള്ള അഴിമതി നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. അതിന് ഒരു ഉദാഹരണം കൂടിയുണ്ട്. ഇവിടെ അവരുടെ ശമ്പളം നിശ്ചയിച്ച കാര്യം പറഞ്ഞു. സാധാരണ നമ്മുടെ മേഖലകളിൽ ഒരുപാട് താഴെത്തട്ടിലുള്ള ആൾക്കാർ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് സമരം നടന്നു. ഏറ്റവും ഉദാഹരണമായിട്ട് ആശാ സമരം തന്നെ. അവർ ചോദിച്ചത് എത്രയാണ്? വളരെ നിസ്സാരമായൊരു തുക ചോദിച്ചു. പക്ഷേ ആ നിസ്സാരമായ തുക കൊടുക്കുന്നതിന് പകരം ഭീമമായൊരു തുകയാണ് PSC മെമ്പർമാർക്ക് കൂട്ടിക്കൊടുത്തത്. എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? നമ്മുടെ നല്ല മാനേജ്മെൻറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ആർക്കാണ്? അവർക്ക് മാനേജ്മെൻറ്റിന് കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന ആൾക്കാരാണോ അവർക്കാണ് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് എന്ത് നേട്ടമാണ് ഈ ഗവൺമെൻറ്റിന് കിട്ടുന്നത്? അപ്പോൾ ആ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന നേട്ടത്തിൻ്റെ പ്രതിഫലമായിട്ടല്ലേ ശമ്പളം കൊടുക്കുന്നത്? അതിൻ്റെ പ്രതിഫലനം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? പിന്നെ PSCയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യങ്ങളുണ്ട്. PSC എന്ന സ്ഥാപനം ആർക്കാണ് വേണ്ടത്? സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്ക്, ഇടത്തരക്കാർക്ക്, അവരുടെ കുട്ടികൾക്ക്. ഇപ്പം കൈക്കൂലിയില്ലാതെ ശുപാർശയില്ലാതെ സ്വന്തം കഴിവ് കൊണ്ട് ഒരു ജോലി നേടാമെന്ന് കരുതുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അങ്ങനെ ജോലി കിട്ടിയ കൂട്ടത്തിലുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ. പക്ഷേ ഇന്ന് അതിൻ്റെ സ്ഥിതി മാറിയിട്ട് കൈക്കൂലിയില്ല, ശുപാർശയൊന്നും ഇല്ലാതെ ജോലി കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ട് PSC മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഓരോ തസ്തികയിലും ആരോഗ്യവകുപ്പിലെ കാര്യം തന്നെ പറഞ്ഞു. നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ആരോഗ്യവകുപ്പിലെ ചീഫിൻ്റെ കാര്യത്തിൽ എന്താ ചർച്ച ചെയ്തത്? ഉത്തരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു മൂല്യനിർണ്ണയം നടത്തി കുറച്ച് പേരെ ഒഴിവാക്കി. ഇതിന് മുമ്പൊരു സെലക്ഷൻ നടന്നു. ഒരു 2 വർഷം മുമ്പ് നടന്ന സെലക്ഷനകത്ത് ചെയ്തത് ഇതല്ല. അതിന് ചെയ്തതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിന്, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഹരി പറഞ്ഞ ഇൻ്റർവ്യൂവിന് 20 മാർക്ക് വരെ കൊടുക്കാമെന്ന്. 20 മാർക്ക് കൊടുക്കാൻ പറ്റില്ല. 100% മാർക്ക് കൊടുക്കാൻ വ്യവസ്ഥയില്ല. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അശോക് കുമാർ യാദവിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവ്യൂ മാർക്ക് എന്ന് പറഞ്ഞാൽ 12% നിജപ്പെടുത്തണം. എഴുത്ത് പരീക്ഷയുടെ 12%. അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ അനുസരിച്ചാണ് PSCയിൽ ഏത് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കോ, ആ റാങ്ക് ലിസ്റ്റിനകത്തെല്ലാം 14 മാർക്കാണ് മാക്സിമം. ഏറ്റവും കുറഞ്ഞ മാർക്ക് 4. 4ൽ കുറഞ്ഞ് താഴെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉദ്യോഗാർത്ഥി ഔട്ടാണ്, ഡിസ്ക്വാളിഫൈ ചെയ്യണം. ഡിസ്ക്വാളിഫൈ ചെയ്യാറില്ല സാറിന്. പക്ഷേ പ്ലാനിംഗ് ബോർഡിലെ ചീഫിൻ്റെ അന്നത്തെ ഇൻ്റർവ്യൂവിനകത്ത് 40ൽ 39 മാർക്ക് കൊടുത്തു. എന്തിനു വേണ്ടി കൊടുത്തു? ഒരു പട്ടികജാതിക്കാരിയായ ഉദ്യോഗാർത്ഥി 1ാം റാങ്കായിട്ട് വന്നപ്പോൾ ആ ഉദ്യോഗാർത്ഥിയെ മാറ്റിയിട്ട് NGO യൂണിയൻ്റെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് നിയമനം കൊടുക്കുന്നതിന് വേണ്ടി ആ 40ൽ 39 മാർക്കും 38 മാർക്കും 98% മാർക്ക് കൊടുത്തുകൊണ്ട് ആ 98% മാർക്ക് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇവരാരും ആ റാങ്കിൽ വരില്ല. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. കോടതി അതിൽ തെറ്റാണെന്ന് കണ്ടെത്തി. സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ ചെന്നിട്ട് നിരുപാധികം മാപ്പപേക്ഷിച്ചുകൊണ്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതിനിടയിൽ നിയമിക്കപ്പെട്ട ഉദ്യോഗാർത്ഥി റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് ഒരു രീതിയിലല്ല നടക്കുന്നത്. ഒരു ഭാഗത്ത് റാങ്ക് ലിസ്റ്റിന് വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ തടഞ്ഞു വെക്കുക, യോഗ്യതയ്ക്കകത്ത് വെള്ളം ചേർക്കുക, എക്സ്പീരിയൻസിനകത്ത് വെള്ളം ചേർക്കുക. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പരീക്ഷാ മൂല്യനിർണ്ണയത്തെ പറ്റിയും വ്യാപകമായ പരാതിയുണ്ട്. എന്തുകൊണ്ട് മൂല്യനിർണ്ണയത്തിൽ ഇപ്പോഴിങ്ങനൊരു പരാതി ഉണ്ടാകുന്നു? പണ്ട് മുൻകാലങ്ങളിലൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള വ്യാപകമായ പരാതികളാണ് ഇപ്പോൾ വരുന്നത്. അത് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിന് കാരണം പരസ്പരം പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും മോശപ്പെട്ട ഉദ്യോഗാർത്ഥി ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് കിട്ടുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുവെന്ന്. മുൻകാലത്ത് അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്നേക്കാൾ യോഗ്യനായ ഒരു ഉദ്യോഗാർത്ഥിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് നോക്കുന്ന അവസരത്തിൽ നേരത്തെ ശിവരഞ്ജിത്തിൻ്റെ കാര്യവും നസീമിൻ്റെ കാര്യമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. അന്ന് ആ ഒരു അന്വേഷണം വന്നിട്ട് ആകെ 3 പേരുടെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമെടുത്ത അന്വേഷണം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് അതിനകത്ത് മറ്റുള്ളവർ ഈ 3 പേരും വന്നത് തന്നെ ചോദ്യപേപ്പർ ചോർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഉത്തരവ് എഴുതിയത് കൊണ്ടാണ് എന്നൊരു നിഗമനത്തിൽ കേരളീയ സമൂഹം ഉൾപ്പെടെ അങ്ങ് വന്നു നിന്നു. മറിച്ച് ഇത് ഈ മാർക്ക് അവാർഡ് ചെയ്തതിന് PSCക്ക് വല്ല പങ്കുണ്ടോ എന്നാരെങ്കിലും അന്വേഷിച്ചോ? എങ്ങനെ മാർക്ക് അവാർഡ് ചെയ്തു?
എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ മാർക്ക് കിട്ടിയത്? ഇതോടൊപ്പം തന്നെ എത്ര പേർക്ക് മറ്റു മാർക്കുകൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, എത്ര പേര് അനർഹരായിട്ടുള്ളവർ കയറിയിട്ടുണ്ട്? ആ കാര്യം അന്വേഷിച്ചില്ല. അങ്ങനെ അന്വേഷിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ ആ ഒരു അവസ്ഥയിലോട്ട് ചെന്നെത്തുകയില്ലായിരുന്നു. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എല്ലാ മേഖലകളിലും റാങ്ക് ലിസ്റ്റിനകത്തുള്ള എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും വ്യാപകമായ രീതിയിൽ അഴിമതി നടക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നടന്ന കോമൺ പരീക്ഷ നടത്തുന്നുണ്ട്. ആ കോമൺ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ പറ്റിക്കുകയാണ്. കോമൺ പരീക്ഷയിൽ 10-15 തസ്തികകൾ ഒരുമിച്ച് വെച്ച ശേഷം ഒരു കോമൺ പരീക്ഷ നടത്തുക. അതിൽ നിന്ന് ഈ എല്ലാ റാങ്ക് ലിസ്റ്റിലും 15 റാങ്ക് ലിസ്റ്റുണ്ട്. 15 റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് വരുന്ന ഒരാൾ തന്നെ ആയിരിക്കും. 20 വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ ഈ 20 വേക്കൻസിക്കകത്ത് അഡ്വൈസ് ചെയ്യുന്ന ഒരേ ഉദ്യോഗാർത്ഥികളായിരിക്കും. അപ്പം നിയമനത്തിൻ്റെ എണ്ണം പെരുപ്പിച്ച് കാണിക്കാം. പക്ഷേ നിയമനം കിട്ടുന്നവരുടെ എണ്ണോ 10-1 ചുരും. അപ്പം ഈ രീതിയിൽ കബളിപ്പിക്കുന്ന ഒരു രീതി. ഇതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 2 പക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഒരു ഏകപക്ഷീയമായിട്ടുള്ളൊരു കമ്മീഷൻ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാരിൽ നിലവാരമുള്ളവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും അതുപോലെ തന്നെയായിരുന്നു. അവിടെയും ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടേതായ അധികാരങ്ങൾ വിനിയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇന്ന് PSC സെക്രട്ടറിക്ക് പോലും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അധികാരങ്ങളുടെ നല്ലൊരു പങ്കും കവർന്നെടുത്ത് കഴിഞ്ഞു. അതെല്ലാം ചെയർമാൻ്റെ കൈകളിലോട്ടാണ് പോകുന്നത്. അല്ലെ ചെയർമാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൈകളിലോട്ട് പോവുകയാണ്. പിന്നെ ചില സ്വാധീനമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരമാണ്. അമിതാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം മാറിയതിൻ്റെ ഫലമായിട്ട് പല നാളായിട്ട് തുടർന്നതിൻ്റെ കാരണങ്ങൾ ഇന്ന് ഒരു നാൾ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കണ്ടെത്തുമ്പോഴും എനിക്കൊരാശങ്കയുണ്ട്. ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞല്ല നിൽക്കേണ്ടത്. ഇത് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നമാണ്. PSCയെ ആശ്രയിച്ചുകൊണ്ട് ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചോളം, അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചോളം PSC എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ശുപാർശയുമില്ലാതെ ജോലി കിട്ടുന്ന ഒരു വലിയ സ്ഥാപനം. മിടുക്കിയാണെങ്കിൽ ജോലി കിട്ടുമെന്ന് പറയുന്ന ഒരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനത്തിൽ നശിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് ഒരു പരിരക്ഷയുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ആ പരിരക്ഷ എന്ന് പറയുന്നത് അവർക്ക് നിർഭയമായും അത് നീതിപൂർവമായും അതുപോലെ നിഷ്പക്ഷമായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ അത് ഗവൺമെൻറ് കൈകടത്താത്ത രീതിയിലുള്ള ഒരു അവകാശമാണുള്ളത്. അതിൻ്റെ പേരിൽ അഴിമതി കാണിക്കാനുള്ള ദുരന്തമായ അവകാശങ്ങളൊന്നും ഇല്ല. ആ ഭരണഘടനയ്ക്കകത്തുള്ള അധികാരങ്ങളുള്ള എല്ലാ സ്ഥാപനങ്ങളും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. അതുകൊണ്ടാണല്ലോ കേസുകൾ വരുന്നതും ഇപ്പോഴിങ്ങനെ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. അതുപോലെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനോ വിജിലൻ്റ് അന്വേഷണത്തിനോ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇത് ആത്യന്തികമായിട്ട് അന്വേഷിക്കപ്പെടണം. PSCയുടെ വിശ്വാസ്യത പുറത്തു കൊണ്ടുവരണം. ഇതൊരു വിഭാഗത്തിന് മാത്രം കിട്ടുന്ന ജോലിക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമായിട്ട് മാറരുത്. ഇന്ന് ഇത് മുന്നോട്ട് പോകുകയാണെങ്കിൽ സ്ഥാപനം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ